അസ്സലാമു അലൈക്കും. റമളാനിലെ നമ്മുടെ ആദ്യത്തെ നോമ്പ് അങ്ങനെ കഴിഞ്ഞു. എല്ലാവർക്കും നല്ല റാഹത്തായിട്ട് നോമ്പെടുക്കാൻ പറ്റിയതിനെ വിചാരിക്കുവാണ്. ഇവിടെ അൽഹംദുലില്ലാ കുഴപ്പമൊന്നുമില്ല. എല്ലാവർക്കും സന്തോഷമൊക്കെ ആയിരുന്നു. മക്കളെ നോമ്പൊന്നുമില്ല, എന്നാലും അവരൊക്കെ ഉണ്ടാവുന്ന ഇത് നമ്മുടെ കൂടെ എന്താ നോമ്പ് മുറിക്കാൻ നേരത്ത് ഒരുമിച്ചൊക്കെ ഇരുന്ന് നല്ല രസമാണ് അതൊക്കെ. അപ്പോൾ ഇന്ന് ഫുഡ് റെസിപ്പി ഒന്നുമല്ല കേട്ടോ. എന്ന് വെച്ചാൽ നോമ്പിന് അറിയാമല്ലോ, ഫുഡ് ഉണ്ടാക്കുമ്പോൾ സൈമൾട്ടേനിയസ്ലി നമുക്ക് വീഡിയോ എടുക്കാനായിട്ട് എനിക്ക് പറ്റൂല, ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഞാൻ അതിന് സാഹസത്തിനൊന്നും മുതിരുന്നില്ല. ഞാൻ നോമ്പിന് ഈ പൈനാപ്പിൾ ആൻഡ് ഗ്രേപ്പിൻ്റെ സ്ക്വാഷ് ആക്കി വയ്ക്കാറുണ്ട്. അപ്പോൾ ആ റെസിപ്പി ഒന്ന് ഷെയർ ചെയ്ത് തരാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ 2 പൈനാപ്പിളാണ് നല്ല രീതിയിൽ ഫ്രഷാക്കി കട്ട് ചെയ്ത് നമ്മൾ കുറച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ച് അരച്ച് നല്ല പൾപ്പാക്കി എടുക്കുക. അതിനെ അരിച്ച് നമ്മളൊരു ബൗളിൽ മാറ്റി വയ്ക്കുക. അതിനുശേഷം 2 പൈനാപ്പിളിന് 3 കപ്പ് പഞ്ചസാര, ഒരു 1.5 കപ്പിൽ നമ്മളിതുപോലെ തിളപ്പിച്ച് അതിനെ വറ്റിച്ചെടുക്കുക. ഒരു എണ്ണ പരുവം, അതായത് ഇങ്ങനെ ഒഴിച്ചെടുക്കുമ്പോഴത്തേനും നമ്മുടെ എണ്ണയുടെ ഒരു കട്ടി പോലെ, അതായത് കൈ തൊടുമ്പോഴത്തേനും ഇങ്ങനെ ഒട്ടുന്ന പരുവമൊക്കെ ആകുമ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നല്ല രീതിയിൽ തിളയ്ക്കണം കേട്ടോ. അതിനുശേഷം എന്നിട്ട് ഈ ഒരു പരുവം എത്തുമ്പോൾ നമ്മുടെ പൈനാപ്പിൾ പൾപ്പ് അതിലോട്ടങ്ങ് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ അങ്ങ് തിളപ്പിക്കണം. എൻ്റെത് ശരിക്കും ഇത് നല്ല വന്ന് ഇങ്ങനെ പതഞ്ഞ് പൊങ്ങിപ്പോവും. അതുകൊണ്ട് എപ്പോഴും വലിയ പാത്രം എടുക്കാൻ ശ്രദ്ധിക്കണേ. എന്നിട്ട് നല്ല രീതിയിൽ തിള വരുമ്പോൾ 2 നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ചു കൊടുക്കുക. നന്നായിട്ട് തണുപ്പിക്കുക. തണുത്തതിന് ശേഷം ഒരു ഗ്ലാസ് ബോട്ടിലോ ഏതാണെന്ന് വെച്ചാൽ കയ്യിലുള്ള ഏത് ബോട്ടിലാണെന്ന് വെച്ചാൽ അതിലൊഴിച്ച് നമുക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കാം. എന്നിട്ട് സെയിം പ്രോസസ്സ് തന്നെയാണ് നമുക്ക് ഗ്രേപ്പും സെയിമാണ്. നല്ല രീതിയിൽ നമ്മുടെ ജ്യൂസ് മുന്തിരിയില്ലേ, അത് നല്ല രീതിയിൽ കഴുകി വൃത്തിയാക്കി എടുക്കണം. അതിനുശേഷം ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് 1.5 കിലോയാണ്. 1.5 കിലോ മുന്തിരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. വലിയ പാത്രത്തിലിട്ട് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തിളപ്പിച്ചതിന് ശേഷം ഈ മുന്തിരിയൊക്കെ അങ്ങ് ഉടച്ചു കൊടുക്കണം. നല്ല രീതിയിലും ഉടച്ചു കൊടുക്കുക. ഉടച്ചു കൊടുത്തതിന് ശേഷം അപ്പോഴത്തേന് എല്ലാ പൾപ്പൊക്കെ അങ്ങ് ഇറങ്ങി ഈ കുരു സെപ്പറേറ്റ്, ഈ അതിൻ്റെ തൊലിയൊക്കെ സ്കിന്നൊക്കെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് അരിക്കുക, നല്ല രീതിയിൽ പിഴിഞ്ഞ് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഈ പൾപ്പിന് നമുക്ക് ഷുഗർ സിറപ്പുമായിട്ട് സെയിം 3 കപ്പ് പഞ്ചസാരയുടെ സിറപ്പാണ് അത് ഇതിലോട്ട് ആക്കിയിട്ട് തിളപ്പിച്ചതിന് ശേഷം നമ്മൾ 2 നാരങ്ങ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുക. തണുപ്പിച്ചതിന് ശേഷം നമ്മളൊരു ബോട്ടിലാക്കി സ്റ്റോർ ചെയ്യാം. നമുക്ക് ഇതിപ്പോൾ 30 ദിവസമൊന്നും ഇരിക്കില്ല, അതിന് മുന്നേ തന്നെ തീരും. നമ്മളെല്ലാവർക്കും എടുക്കുമ്പോഴത്തേനും അതങ്ങ് തീർന്നു പോവും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് എടുക്കാൻ പറ്റുന്നതെന്ന് വെച്ചാൽ കണ്ടോ, 2 കുപ്പിയിലാക്കി ഇതിനേക്കാളും ഉണ്ടായി. ഞാൻ പിന്നെ ഒരു ഷോയ്ക്ക് വേണ്ടിയിട്ട് കുഞ്ഞു കുപ്പികളിലാക്കി വെച്ചതേ ഉള്ളൂ. ഒത്തിരി ഉണ്ടായിരുന്നു, അത് ഞാൻ വേറെ സ്റ്റോർ ചെയ്ത് വെച്ചു. അപ്പോൾ നമ്മൾ പെട്ടെന്ന് സഡൻലി നമുക്ക് ഡ്രിങ്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഗ്ലാസ് എടുക്കുക, ഐസ് ക്യൂബ്സ് ഇടുക, കുറച്ച് പൾപ്പ് ഒഴിക്കുക. നമ്മളിപ്പോൾ കുറച്ച് സ്ക്വാഷ് ഇല്ലേ, അത് കുറച്ച് ഒഴിക്കുക, കുറച്ച് തണുത്ത വെള്ളം ഒഴിക്കുക. വേണമെങ്കിൽ ഇത് മതി, സ്ക്വാഷായി. ഇനിയിപ്പോൾ എൻ്റെ കയ്യിൽ കസ്കസ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ അതിൽ കുറച്ച് കസ്കസ് കൂടി ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് കലക്കുക, കുടിക്കുക, അത്രേ ഉള്ളൂ. ഒഴിക്കുക, കലക്കുക, കുടിക്കുക, അത്രേ ഉള്ളൂ കാര്യം. അപ്പോൾ സ്ക്വാഷ് റെഡിയായി. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അങ്ങ് ആക്കി കുടിക്കാൻ പറ്റത്. ഇനിയിപ്പോൾ നാരങ്ങ പിഴിഞ്ഞ് സർവത്ത് കലക്കിയൊക്കെ മെനക്കിടണ്ടേ, അപ്പോഴത്തേനും തന്നെ നമുക്ക് ഒരുപാട് സമയം അങ്ങ് പോകും. അത്രയും സമയം ഉണ്ടെങ്കിൽ നമുക്ക് ഹർബറിയായിട്ട് കുക്ക് ചെയ്യാമല്ലോ. ഇപ്പോൾ സെയിം രീതിയിൽ തന്നെയാണ് പൈനാപ്പിൾ ആയിരുന്നാലും ഒഴിക്കുക, വെള്ളം ഒഴിക്കുക, ഐസ് ക്യൂബ്സ് ഇടുക, കസ്കസ് ഇടുക, തീർന്നു. കസ്കസ് നിർബന്ധമൊന്നുമല്ല, ഞാൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നതുകൊണ്ട് ഇട്ടുവെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പൈനാപ്പിൾ ആൻഡ് ഗ്രേപ്പിൻ്റെ സ്ക്വാഷിൻ്റെ റെസിപ്പി. ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി വെച്ചാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ടും ഉപകാരമായിരിക്കും. ഓക്കെ. അസ്സലാമു അലൈക്കും.